നവകേരള സർവേ എന്ന പേരിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM-നും LDF-നും രാഷ്ട്രീയ പ്രവർത്തനവും സ്ക്വാഡ് പ്രവർത്തനവും നടത്താൻ സർക്കാരിൻ്റെ ചെലവിൽ ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്നതായി അറിഞ്ഞു. അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും. നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ ആവാം, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സർക്കാർ ചെലവിൽ, നാട്ടുകാരുടെ ചെലവിൽ സ്ക്വാഡുണ്ടാക്കി സർവേ എന്നുള്ള പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല കേരളത്തിൽ ഒരു കാരണവശാലും. നാട്ടുകാരുടെ നികുതി പണം, ഒന്നാമത്തെ കേരളം കടത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ്. 5 നയാ പൈസ എക്സ്ചക്കറിലില്ല. കടം മേടിച്ച് സംസ്ഥാനം മുടിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി സർക്കാരിൻ്റെ പേരിൽ നവകേരള സർവേ എന്ന പേരിൽ ഒരു സർവേ നടത്താനും എന്നിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സർക്കുലർ കൊടുത്തിരിക്കുകയാണ്. എല്ലാം പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് വേണമെന്ന്. പാർട്ടിക്കാരെ വെച്ച് അവർ ചെയ്തോട്ടെ, പക്ഷെ അത് സർക്കാരിൻ്റെ ചിലവിൽ പറ്റില്ല. ഇത് വളരെ നിന്ദ്യമായ ഒരു ഏർപ്പാടാണ്. നാട്ടുകാരുടെ പണമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും. അതുപോലെ BJP കേരളത്തെ വീണ്ടും, നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഔദ്യോഗിക ചടങ്ങിൽ RSSൻ്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ്. ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം, അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. കുട്ടികളെ കൊണ്ട് ഈ വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അതിനാരാണ്, ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തത്? റെയിൽവേ ആദ്യം അത് Xൽ നിന്ന് മാറ്റി വീണ്ടും Xൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. RSSൻ്റെ ഗണഗീതം അവർ പാടിക്കോട്ടെ, അവരെ ചടങ്ങിൽ പാടിക്കോട്ടെ. ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല. ഔദ്യോഗിക ചടങ്ങിൽ അത് പാടില്ല, ഒരു കാരണവശാലും പാടില്ല. ഒരു തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഈ സർക്കാർ ചിലവിൽ, നാട്ടുകാരുടെ ചിലവിൽ നടക്കില്ല. അല്ലല്ല, അത് അവർ പാടിക്കോട്ടെ തന്നെ. അത് ദേശഭക്തി ഗാനമൊന്നുമല്ല. അതെങ്ങനെ ദേശഭക്തി ഗാനമെന്ന്? നമ്മളൊക്കെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളല്ലേ. RSSൻ്റെ ഗണഗീതം എങ്ങനെ ദേശഭക്തി ഗാനമാണ്? ദേശഭക്തി ഗാനം നമ്മൾ ജനഗണമന പാടാറുണ്ട്, നമ്മൾ വന്ദേ മാതരം പാടാറുണ്ട്. അതെല്ലാം ഔദ്യോഗികമായി അംഗീകരിച്ച കാര്യങ്ങൾ. RSSൻ്റെ ഗണഗീതം RSSൻ്റെ പോയി പാടുക. അല്ല, അതൊക്കെ അവർ ചെയ്തോട്ടെ. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്, ഈ രാജ്യത്തുണ്ട്. അതൊക്കെ കോൺഗ്രസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യമാണ്. ഈ രാജ്യത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ഗണഗീതത്തെ അവർ വിശദീകരിക്കുകയോ ഗണഗീതം അവർ പാടുകയോ ചെയ്യുക. ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല. ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും നടക്കില്ല. അല്ലല്ല, അതൊന്നുമല്ല. ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും പാടില്ല. ആര് ചെയ്താലും തെറ്റാണ്. DK ശിവകുമാർ ചെയ്താലും തെറ്റാണ്. ഔദ്യോഗികമായിട്ട് ആരും ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അതൊരു ഔദ്യോഗിക കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരമായിട്ട് കുട്ടികൾ നിഷ്കളങ്കരമായിട്ട് പാടില്ലല്ലോ. അതിൻ്റെ പുറകിൽ ആരെങ്കിലും പ്രവർത്തിച്ചാലല്ലേ പാടുള്ളൂ. 2, അത് റെയിൽവേ എന്തിനാ പോസ്റ്റ് ചെയ്യണം? കുട്ടികൾ നിഷ്കളങ്കമായി പാടിയ ഗണഗീതം റെയിൽവേ എങ്ങനെയാണ് Xൽ പോസ്റ്റ് ചെയ്യണത്? പിന്നെ എന്തിനാണ് ആക്ഷേപം വന്നപ്പോൾ പിൻവലിച്ചത്? പിന്നെ എന്തിനാണ് രണ്ടാമതും വാശിയോടുകൂടി ചേർത്തത്? ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും നാട്ടുകാരുടെ ചിലവിലും, ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചിലവിൽ നടക്കുന്ന പരിപാടിയാണ് ഔദ്യോഗിക പരിപാടി. ആണ് ഞാൻ ആദ്യത്തേലും പറഞ്ഞത്. സർവേയുടെ കാര്യം, ഇത് രണ്ടും ഒരേ രീതിയിലുള്ള പരിപാടികളാണ്, ഒരേ രീതിയിൽ. ഇത് രണ്ടും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. അതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല.